പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ആവർത്തിച്ച് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന അർജുൻ ആയങ്കിയെ തേടി പോലീസ് നെട്ടോട്ടത്തിൽ. കോതമംഗലത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. അർജുന്റെ സഹോദരൻ അഖിലിനെയും സുഹൃത്തുക്കളായ 3 പേരെയും ഊന്നുകൽ സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും അർജുന്റെ ഒളിവിടമോ മറ്റ് വിവരങ്ങളോ പോലീസിന് ലഭിച്ചിട്ടില്ല. ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. കോതമംഗലം ഊന്നുകൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് അർജുൻ ആയങ്കിയെ പ്രത്യേക അന്വേഷണ സംഘം തിരയുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അർജുനെ തേടി പോലീസ് സംഘം രംഗത്തുണ്ട്. ആയങ്കിയെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് സഹോദരൻ അഖിലിനെയും മറ്റു 3 സുഹൃത്തുക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഊന്നുകൽ സ്റ്റേഷനിൽ നിന്ന് കോതമംഗലം സ്റ്റേഷനിൽ എത്തിച്ച് നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് പ്രതികളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത്. കൊച്ചിയിൽ നിന്നും തൃശൂരിൽ നിന്നുമായാണ് 4 പേരും പിടിയിലായത്. ഒരു യുവതിയും ഇവർക്കൊപ്പം കസ്റ്റഡിയിലായിരുന്നു. ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ആയങ്കിയുടെ ഒളിവിടവും നീക്കവും കണ്ടെത്താൻ പ്രതികളെ ഊന്നുകൽ സ്റ്റേഷനിൽ വച്ച് വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഫലപ്രദമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ലെന്നാണ് സൂചന. എന്നാൽ ആയങ്കിയുമായി ബന്ധപ്പെട്ട മറ്റു പല വിവരങ്ങളും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കേസിൽ പ്രതിയാക്കിയതിന്റെ പേരിൽ കോതമംഗലം പോലീസ് ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തുകയും ഈ കേസ് അന്വേഷിക്കുന്ന ഊന്നുകൽ പോലീസ് ഇൻസ്പെക്ടറെ വെല്ലുവിളിക്കുകയും ചെയ്ത കേസുകളാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഊന്നുകൽ, കുട്ടമ്പുഴ സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ 10 പേരാണുള്ളത്. ഇതിന് സമൂഹമാധ്യമങ്ങളിലെ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് കണ്ണൂർ പോലീസും എറണാകുളം സൈബർ പോലീസും അർജുൻ ആയങ്കിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.